ഹായ്, വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ AC2 BSc-കാരുടെ AC2-ലെ സിലബസിനകത്ത് ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് കാണാനുണ്ട്. തട്ടുംപുറത്തപ്പൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സുദേവൻ എന്ന് പറയുന്ന സംവിധായകനാണ്. ഒരു ഷോർട്ട് ഫിലിം മാത്രമല്ല, 2 പ്ലാനിങ് തുടങ്ങി 2-3 ഷോർട്ട് ഫിലിംസും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2013 നവാഗത സംവിധായകനുള്ള ഒരു അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അരവിന്ദം പുരസ്കാരമാണ് 2013 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ അകത്തേക്ക് വരാം. ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു ആക്ഷേപഹാസ്യപരമായിട്ടുള്ള ഒരു ആഖ്യാനമാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ നമ്മൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതായത് പ്രാദേശികപരമായിട്ടുള്ള കലാപത്തിനൊടുവിൽ രാത്രി ഒരു വ്യക്തി പോലീസിൻ്റെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഇത് ചെന്നെത്തുന്നതോ മാനസിക വളർച്ചയെത്താത്ത ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലാണ്. അവനാണെങ്കിൽ ഏത് സമയത്തും ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഉണ്ണി എന്നാണ് അവനെ വിളിക്കുന്നത്. മറ്റുള്ള കഥാപാത്രങ്ങൾ വിളിക്കുന്നത് ഉണ്ണി എന്നുള്ള പേരിലാണ്. അങ്ങനെ ആ ഒരു അവൻ്റെ ദൈവത്തോടുള്ള ആരാധന മുതലെടുക്കുകയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്ന വ്യക്തി. കലാപത്തിൽ ഓടി ഒളിച്ച വ്യക്തി അത് മുതലെടുക്കുകയാണ്. കൂടാതെ അവനെ അഭിനയിക്കുകയാണ്, ദൈവം എന്നുള്ള രീതിയിലേക്കായിട്ട് അഭിനയിക്കുകയാണ് അദ്ദേഹം. അതായത് എപ്പോഴും കുളിക്കുകയും അല്ലെങ്കിൽ എപ്പോഴും ദൈവത്തെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത വ്യക്തിയെ അവനോട് പറയാണ് ഏത് സമയത്തും ഞാൻ തട്ടിൻപുറത്തുള്ള ദൈവമാണ് എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. എന്നിട്ട് അവസാനം ഈ ഒരു ഫിലിമിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കാണിക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു സ്ഥലവും ആ ഒരു വീടും ഒക്കെ തന്നെ തട്ടുംപുറത്തപ്പൻ എന്നുള്ള രീതിയിലേക്ക് ദൈവമായിട്ട് ആൾക്കാർ വിശ്വസിച്ച് പോരുന്നു എന്നുള്ള രീതിയിലേക്കായിട്ട് മാറുന്നുണ്ട്. അതായത് ഒരു ദൈവത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്, ഒരു ആളുടെ വിശ്വാസം, അദ്ദേഹം മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോന്നു. പിന്നീട് അതൊരു ആരാധനാലയമായിട്ട് മാറി എന്നുള്ള ഒരു ആക്ഷേപഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. പണ്ട് കാലത്ത് നമ്മൾ ശ്രീകൃഷ്ണനെയൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ, എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അതായത് ഒരു മനുഷ്യനായിരുന്ന ഒരു ശ്രീകൃഷ്ണനെ എന്താക്കുകയാണ്, ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയാണ് അല്ലേ, ദൈവാരോഹണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവമായിട്ട് കണക്കാക്കുകയാണ്. ചെറുശ്ശേരിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഓരോരോ ദൈവത്തിൻ്റെയും ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെയായിരിക്കാം. ഏതൊരു വ്യക്തി വന്നിരുന്നിട്ട് അവിടെ എന്താക്കി അതൊരു പ്രാർത്ഥിച്ചു, ധ്യാനത്തിലിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ആ ഒരു വിശ്വാസമൊക്കെ നിലനിൽക്കുന്നത്. ഇവിടെയുള്ള കഥ എന്ന് പറയുന്നത് ഞാൻ പറയാം. അതായത് ഈ ഒരു ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിന്നാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നമ്മുടെ ഒരു വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നതും ചിലങ്ങയുടെ സൗണ്ടും ഒക്കെയാണ് ഈ തുടക്കത്തിൽ തന്നെ കേൾപ്പിക്കുന്നത്. അതിനുശേഷം ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മയെ ഒരു കയ്യിൽ ഒരു ചെറിയ മോനും ഒരു സൈഡിൽ മറ്റൊരു സ്ത്രീയും പിടിച്ച് കയറ്റിക്കൊണ്ടുവരികയാണ്. അതിന് പുറകിലായിട്ട് മാനസിക വളർച്ച എത്താത്ത ഒരു പുരുഷനും ഒരു വ്യക്തി കയറി വരുന്നുണ്ട്. അങ്ങനെ ആ വ്യക്തി അവിടെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയെ അവിടെ കിടത്തൊക്കെ ചെയ്തു. അതിനുശേഷം ഏത് സമയം പ്രാർത്ഥനയാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുളിക്കുക. എപ്പോഴും അവൻ കുളിക്കുന്നതിന് പറയുന്നത് മനസ്സിലെന്തെങ്കിലും അസഭ്യം തോന്നിക്കഴിഞ്ഞാൽ അപ്പം പോയി കുളിക്കണം എന്ന് അവനോട് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ കുളിക്കുന്നുണ്ട്. അങ്ങനെ ആവുന്നൊരു ദിവസം രാത്രി ഒരു പോലീസ് വണ്ടിയുടെ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടുകൂടി ഒരു ഇടവഴിയിൽ കൂടെ അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ളൊരു
റോട്ടിൽ കൂടെ ഒരു വ്യക്തി ഓടി വരികയാണ്. കീറിയ ഷർട്ടൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഓടി വരുന്നത്. അദ്ദേഹം ഓടി വന്നതിന് ശേഷം എവിടേക്കാണ് പോയത് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പിന്നീട് പിറ്റേ ദിവസത്തെ നമ്മുടെ ഈ ഒരു ഉണ്ണിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുന്നത്. അപ്പം ഒരു വീടിൻ്റെ മച്ചിൻ പുറത്ത് അല്ലെങ്കിൽ തട്ടിൻ്റെ പുറത്താണ് ഇദ്ദേഹം കയറിയിരിക്കുന്നത്. കയറിയിരുന്ന് എന്ത് ചെയ്യും, ഭക്ഷണത്തിന് എന്ത് ചെയ്യും, പുറത്തു പോകാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു അങ്കലാപ്പ് ഉണ്ടാവുകയാണ്. തൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ അവിടെ നിന്നും തന്നെ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് അയാൾ. അങ്ങനെ വിശക്കുന്ന സമയത്ത് ആ തട്ടുംപുറത്തുള്ള ആ ഒരു സാധനങ്ങളൊക്കെ താഴേക്ക് എങ്ങനെയെങ്കിലും കാണുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പായൊക്കെ മറിച്ചിട്ട് താഴോട്ട് നോക്കുകയാണ്. നോക്കുമ്പം കാണുന്നത് താൻ ആരാധിക്കുന്ന ഈ ഉണ്ണി ആരാധിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോത്തിൻ്റെ അടുത്ത് ഒരു പാത്രത്തിനകത്ത് അവിലും അതിന് മുകളിൽ ഒരു പഴവും വെച്ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹം കുറേ കൈകൊണ്ട് അത് എടുക്കാൻ വേണ്ടി നോക്കി, തട്ടിൻ പുറത്ത് നിന്നും താഴത്തെ റൂമിലുള്ള അലമാറയിൽ വെച്ച സാധനത്തെ. പക്ഷേ എന്ത് നോക്കിയിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് മടക്കി അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആക്കിയിട്ട് അതെടുത്തു, പഴം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തുള്ള വിശപ്പ് മാറിയിട്ടില്ല, അവിലും കൂടി കിട്ടണം എന്ന് തോന്നിയിട്ട് കൈകൊണ്ട് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. ഒരു കുപ്പി മുറിച്ചിട്ട് ആ കുപ്പിയുടെ അടിഭാഗത്ത് തുപ്പൽ തേച്ചിട്ട് അത് താഴോട്ട് വയ്ക്കുന്നു. അങ്ങനെ അതിൻ്റെ തുപ്പലിൻ്റെ മുകളിൽ ഒപ്പിയിരിക്കുന്ന കുറച്ച് അവിൽ അതുവനെടുത്ത് കഴിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്നത് മനുഷ്യൻ വിശപ്പ് സഹിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ. അതായത് മനുഷ്യൻ എന്താണ്, നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ സാഹചര്യം, നമ്മുടെ കയ്യിൽ പൈസയും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഏതറ്റം വരെയെങ്കിലും പോകും, മണ്ണ് വരെ മാന്തി കഴിക്കുന്ന സ്ഥിതിയിലേക്കാവും. അങ്ങനെ ഇവൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആ ഒരു 2 മണി കഴിക്കുകയാണ്. പിന്നീട് അവനൊരു ഐഡിയ അല്ലെങ്കിൽ ബുദ്ധി തോന്നുകയാണ്, ഇവിടെയുള്ള ആ ഒരു ഉണ്ണി എന്ന് പറയുന്നത് മാനസിക വളർച്ച എത്താത്ത ഒരു കുട്ടിയാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനൊരു ദൈവമായിട്ട് അവൻ്റെ മുന്നിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടതെല്ലാം തന്നെ എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു ബുദ്ധി അവിടെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ കവുങ്ങിൻ്റെ മുകളിലൊക്കെ തന്നെ മരുന്നടിക്കുന്ന ഒരു പമ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ പമ്പ് ഇവൻ താഴത്തെ മുറിയിലേക്ക് വെച്ചിട്ട് പമ്പിൻ്റെ മുകളിൽ കൂടെ സംസാരിക്കുകയാണ്. ഇപ്പോഴുമുള്ള ഇവൻ്റെ ഉണ്ണിയുടെ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കുമ്പം അവന് ഈ തട്ടുംപുറത്തുള്ള ഈ കലാപകാരിക്ക് ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെ അതും കൂടി ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, ഞാൻ തട്ടിൻപുറത്തുള്ള ദൈവമാണ്, എനിക്ക് നിവേദ്യം വേണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ഒരു ഉണ്ണി ആ ഒരു തൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഇത് ദൈവം തന്നെയാണ്, ഇതിൻ്റെ മുകളിൽ ദൈവമാണ് എന്നുള്ളത് വിശ്വസിച്ച് നിവേദ്യം എന്താണ് വേണ്ടത്, ദൈവത്തിന് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പം ഈ വീട്ടിൽ ഉണ്ടാക്കിയത് എന്താണെങ്കിലും എനിക്കും കൂടി തന്നാൽ മതി എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും 2 ദിവസവും സ്ഥിരമായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ തന്നെ ആ ദൈവത്തിന് അവിടേക്ക് കോണിയുടെ മുകളിലേക്കാക്കിയിട്ട് വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കോണിയുടെ മുകളിലേക്കായിട്ട് ഭക്ഷണം വെച്ച് കൊടുക്കുകയും അങ്ങനെ സമയത്തിന് ഇവൻ ആഹാരം കഴിച്ച് തട്ടിൻപുറത്ത് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ്. അതിനിടയ്ക്ക് തട്ടിൻപുറത്തുള്ള വ്യക്തി വേറൊരു പുറത്തുള്ള ഒരു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ വിളിക്കുന്നുണ്ട്. നാട്ടിലുള്ള സ്ഥിതി എന്താണ്, പോലീസുകാർ മറ്റുള്ളവരെ പിടിച്ചു കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളുടെ പേര് സേതു എന്നാണ്. അയാളുടെ പേര് മാത്രമേ ഇതിനകത്ത് കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. അങ്ങനെ രാത്രി ആരോ സംസാരിക്കുന്നത് പോലെയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചപ്പെടുന്നത് പോലെയൊക്കെ വീട്ടിൽ വയ്യാതായി കിടക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, പൂച്ചയെങ്ങാനും പെറ്റതായിരിക്കുമോ, മുകളിൽ ഒന്ന് കയറി നോക്കും മോനെ എന്ന് തൻ്റെ മകനായിട്ടാണ് അവിടെ ഒരു കുട്ടിയെ കാണിക്കുന്നത്. അവനോട് പറഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണി, അതായത് മാനസിക വളർച്ച എത്തിയില്ല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി, മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആ വ്യക്തി സമ്മതിക്കുന്നില്ല. എൻ്റെ ദൈവമാണ് ഇവിടെ ഉള്ളത്, നിനക്ക് ആർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അത് നോക്കുന്നുമില്ല. അങ്ങനെ അതിന് ശേഷം ഇദ്ദേഹം ആ വാതിലൊക്കെ അടച്ചു പൂജയാണ് ഇവിടെ, അതായത് നിവേദ്യം വെച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അടച്ചിട്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു വ്യക്തിയോട് നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ തന്നെ ഒരു വ്യക്തിയോട് നേരിട്ട് പറയുന്ന സമയത്ത് അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയില്ല.
പക്ഷെ നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരു ഫ്രണ്ട് നമ്മളോടൊരു കാര്യം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആരാധിക്കുന്ന ദൈവം നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതേപോലെ ആ ദൈവത്തിൻ്റെ മാർഗം തന്നെയാണ് ഇവിടെയുള്ള കലാപകാരി ചൂഷണം ചെയ്യുന്നതും, അല്ലേ? നമ്മളത് കണ്ടു നോക്കിയാൽ അറിയാം. അതായത് അദ്ദേഹം ആ ദൈവത്തിനെ ആരാധിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിലൂടെ തന്നെയാണ് ആ ഒരു ചൂഷണം നടക്കുന്നത്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല കാര്യമൊക്കെയാണ്. അതായത് മാനസിക വളർച്ച എത്താത്ത ഒരു കുട്ടി എവിടെയും പോകാൻ പറ്റുന്നില്ല. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചീത്ത പറയും, അതുകൊണ്ട് എനിക്ക് പോകാൻ പേടിയാണെന്നൊക്കെ പറയുന്ന സമയത്ത് കലാപകാരി പറയുന്നു, നീ ശ്വാസം എടുത്തിട്ട് കണ്ണുരുട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ ഒന്നും പറയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൻ പുറത്തൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ തട്ടുംപുറത്തിരിക്കുന്ന കലാപകാരി എവിടെയാണ് എന്ന് തൻ്റെ സുഹൃത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ, അല്ലെങ്കിൽ ഈ ഉണ്ണിയെ പുറത്തേക്ക് വിടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആ കുന്നിൽ ഒരു സ്വാമി വരും, സ്വാമി നിനക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ള മരുന്ന് തരും, അതുകൊണ്ട് നീ അത് പോയിട്ട് വാങ്ങിയിട്ട് വരിക എന്ന് പറയുന്നുണ്ട്. അത് ഈ സേതുവാണ്. ഈ സേതു പാരസെറ്റമോൾ കലക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൊണ്ടുവരുമ്പോഴേക്കും പാരസെറ്റമോളാണ് അല്പാൽപമായിട്ട് ഓരോ സമയം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് ഭേദമാവുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം വരികയാണ്, തട്ടിൻപുറത്തുള്ളത് ദൈവമാണ് എന്നുള്ളത് വിശ്വാസം. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് എല്ലാവരും അതിൽ വിശ്വസിക്കുന്നു. എനിക്ക് അവിടെ പോയത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേപ്പറിൽ ആ ഒരു അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു മനോരമയുടെ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ലാസ്റ്റ് പേജിലൊക്കെ ജോലി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു വ്യക്തി, പ്രമോദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറയാണ്, ജോലി എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തട്ടുംപുറത്ത് അപ്പനെ അവിടെ പോയിട്ട് പൂജ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മലേഷ്യയിൽ ഒരു ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേജ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ലാസ്റ്റിലേക്ക് കേട്ടോ. അങ്ങനെ ഇവിടെ പറയുന്നത് പറയുമ്പോൾ, അതായത് ദൈവം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളൊരു പറഞ്ഞ് ഒരു കള്ളം കുറേ പ്രാവശ്യം പറയുകയാണെങ്കിൽ അത് തന്നെയാണ് സത്യം എന്നുള്ളത് നമ്മൾ തന്നെ വിചാരിച്ചു പോകും. അങ്ങനെ കുറേ സമയത്ത് തന്നെ കുറേ ആളുകളോട് ഇത് തട്ടുംപുറത്തപ്പനാണ്, എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരുന്നുണ്ട്, എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് നല്ലൊരു വിശ്വാസമാണ്. പിന്നീട് രണ്ടാമത്തെ ദിവസം ലാസ്റ്റിലേക്ക് പോലീസുകാർ വരുന്നുണ്ട്. അവിടെ പട്ടിൻപുറത്ത് വീട്ടിൽ ആരോ ഒന്ന് ഓടി വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ എന്ന് അവിടെ അന്വേഷിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഉണ്ണി അവിടെ കയറാൻ സമ്മതിക്കുന്നില്ല. അവസാനം ഇവനെ പിടിച്ചു വെച്ചതിന് ശേഷം തട്ടുംപുറത്ത് പോയി നോക്കുമ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാണ് അത് സത്യമാകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ദൈവങ്ങളെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം, അതായത് 50 മിനിറ്റുള്ള ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് സുദേവൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മനസ്സിലാകുന്നില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു തട്ടുംപുറത്തപ്പൻ എന്നുള്ള ആ ഫിലിമിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ.